ഞാൻ ഈ പടത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ക്രൗഡിലേക്ക് പോയ ഒരാളാണ്. എന്തുകൊണ്ടാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ സംവിധാന ശൈലി എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയത്. 600 രൂപയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ തുടങ്ങി രാത്രി 8:30 മണി വരെ ഷൂട്ടുണ്ടായിരുന്നു. എനിക്ക് പലരെയും കാണാൻ പറ്റി. ആ സമയത്താണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ എത്രത്തോളം കഴിവുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ എൻ്റെ മുമ്പിൽ കൂടി പല പ്രാവശ്യം പോയി. വളരെ ചിന്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ, വേറെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ക്യാമറ, സിനിമ ആൻഡ് ലൊക്കേഷൻ ഇത്ര അങ്ങനെ ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയ ഈ പടം ഒരു നല്ല വിജയമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇതിൻ്റെ കഥ എന്ന് പറയുന്ന മുരളി ഗോപി എന്ന കഥാകൃത്താണ്. മുരളി ഗോപിയുടെ കഥയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല കഥകൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് വന്ന ലൂസിഫർ, പിന്നെ അതുകൂടാതെ ലൂസിഫറിൻ്റെ ഒരു തുടർച്ചയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പടം വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ലൂസിഫർ റിലീസ് ചെയ്തത്. അപ്പോൾ പിന്നെ അതുകൂടാതെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന അറിയാതെയുള്ള കാസ്റ്റിംഗ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ പടം ഞാൻ രാവിലെ 6 മണി ഷോയ്ക്ക് ബുക്ക് ചെയ്യില്ല, ഞാൻ 10 മണി ഷോയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. കാരണം 10 മണി ഷോയ്ക്ക് കാണുമ്പോഴാണ് ഉറക്കമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ എനർജറ്റിക്കായിട്ട് സിനിമ കാണാനായിട്ട് എനിക്ക് സാധിക്കും, ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു പടം സെക്കൻഡ് ഷോ കഴിഞ്ഞപ്പോൾ ഞാനൊരു പടം രാവിലെ 4 മണിക്കോ 10 മണിക്കോ 12 മണിക്കോ ഒന്നും ഞാൻ പോയി കാണാറില്ല. എനിക്ക് പടം ആസ്വദിക്കാൻ വേണ്ടി കാണുന്ന ഒരാളാണ്, അല്ലാതെ റിവ്യൂ പറയാൻ വേണ്ടി കാണുന്ന ഒരാളാണ്. സിനിമയുടെ റിവ്യൂ പറഞ്ഞ് കാശുണ്ടാക്കേണ്ട അതൊന്നും എനിക്കില്ല. ഞാൻ എന്നോട് റിവ്യൂ എടുക്കാറുണ്ട്, പക്ഷേ എങ്കിൽ ഞാൻ ഒരാളുടെ ഒന്നും ഒരു പൈസ മേടിച്ചിട്ടില്ല, മേടിക്കാനും ഉദ്ദേശിക്കുന്നില്ല.